ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള നമ്മുടെ അവിടെ ഒരു അടുക്കള വിശേഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അടുക്കള വിശേഷം കണ്ടിട്ട് നിങ്ങൾ കുറേ നാളായില്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കരുതി ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. പക്ഷേ വീഡിയോ എടുക്കേണ്ട സമയവും സന്ദർഭവും അല്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറ കറക്റ്റ് ഇതിലല്ല ഇരിക്കുന്നത് കേട്ടോ. ഫോൺ എടുത്ത് വെക്കുമ്പോണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ അടുക്കളയുടെ സ്പേസ് വളരെ കുറവാണ്. അടുക്കളയുടെ സ്പേസ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഫോൺ വെച്ച് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പോരാത്തതിന് ഫോണിന് ചാർജും കുറവാണ്. ചാർജിനും കുത്തി വെച്ചിട്ടാണ് ഞാനൊരു സൈഡിൽ ഫോൺ വെച്ചിട്ട് എൻ്റേതായ ജോലികൾ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് സാമ്പാറിന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പരിപ്പ് കുക്കറിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എൻ്റെ വാടക വീട് ശമന മോളെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഫേമസായ യൂട്യൂബർ. അപ്പോൾ ആ മോള് നമ്മളെ കാണാൻ വന്നിട്ട് കുറേ ദിവസമായി നമ്മളെ കാണാൻ വന്നിട്ട്. അപ്പോഴും വന്ന സമയത്ത് മോളെ നാട്ടിൽ ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടത്തിനുണ്ട് കേട്ടോ. എപ്പോഴും മോളെ വീഡിയോസിൽ ചക്കയും മാങ്ങയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മളത് ഇഷ്ടം പറഞ്ഞതുകൊണ്ട് മോള് വന്നപ്പോഴത്തേക്ക് ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവന്നു. മാങ്ങ നമ്മളത് ഞാൻ എൻ്റെ കൂട്ടുകാരിക്കും ഇവർക്കൊക്കെ കൊടുത്തിട്ട് ഒരു 5-6 എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇടയ്ക്ക് ഒരെണ്ണം ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് മീൻ കറിയിലൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 അച്ചാറിടാമെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒരു ഇതായി, എന്നാലും കുഴപ്പമില്ല. 2 എടുത്ത് അച്ചാറിടാമെന്നും പറഞ്ഞ് ഞാനതെടുത്ത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് പിന്നെ ഉപ്പും കായും ഒക്കെ ഇട്ട് വെച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ അതും ഉപ്പും കായും ഒക്കെ പിടിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ നമ്മുടേതായ രീതിയിൽ എപ്പോഴും പറയുന്നത് പോലെയാണ്, നമ്മൾ നമ്മുടേതായ രീതിയിലും നമ്മുടേതായ ശൈലിയിലുമാണ് വീഡിയോ എടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാം, എനിക്ക് എങ്ങനെ അറിയാം, ആ രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയിലും കൂടുതൽ ഇതിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അറിഞ്ഞും കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം ക്ലാരിറ്റിയും ക്ലിയറും ഉണ്ടെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പം മാങ്ങയൊക്കെ ഞാൻ ഉപ്പും കായും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നൊത്തോലി മീനാണ് കേട്ടോ. നമുക്കെല്ലാം കറക്റ്റും ക്ലിയറായിട്ടും കാണിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ ഒരു തട്ടിക്കൂട്ടിയൊരു വീഡിയോ, എല്ലാം ക്ലിയറായിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നൊത്തോലി മീനാണ്. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മസാലയൊക്കെ ഇട്ട് വരവി വെച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. അപ്പം നൊത്തോലി മീനിൽ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നേ. നൊത്തോലി മീനിൽ അങ്ങനെ മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. എന്നാലും അത് കിടന്ന് ഉണങ്ങിപ്പോകുമെന്ന് കരുതിയിട്ടേ ഒരു 2-3 മുരിങ്ങയ്ക്ക ചേട്ടൻ പണിക്ക് പോകുന്നിടത്ത് ആരാ കൊടുത്തതാണേ. അതിന് ഒരു ദിവസം ഞാൻ ഒന്ന് കണവയിലിട്ട് ഒന്ന് കുഞ്ഞ് ചാളയിലിട്ട് അതിലൊന്നും മുരിങ്ങയ്ക്ക ഇടാൻ എനിക്ക് ഇഷ്ടമുള്ളതല്ല. വെറുതെ വാടിപ്പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അന്ന് ഇട്ട് അതിൻ്റെ ഒരെണ്ണം ബാക്കി ഇരുന്നതിന് നൊത്തോലിയിലിട്ടിട്ടുണ്ട്. ചേട്ടൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെയൊക്കെ വെക്കുന്നത്. എന്നാൽ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനും ശമന മോള് കൊണ്ടുവന്നുള്ളൊരു പച്ചമാങ്ങയും കൂടെ, പച്ചമാങ്ങ ഇത് നമ്മുടെ അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ ചതയെല്ലാം കൂടെയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ അപ്പം ഇതിലുണ്ടല്ലോ മാങ്ങ അണ്ടിയിൽ ഇരിപ്പുള്ള അതിനെയൊക്കെ ഞാൻ അരിഞ്ഞ് നൊത്തോലി മീനിലിട്ടിട്ടുണ്ട്. അപ്പോൾ നൊത്തോലി മീൻ ഞാൻ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. നേരത്തെ മസാല ഇടുന്നത് മാത്രമേ, എല്ലാം കൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് നിന്നാലേ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മടുപ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ചുരുക്കി എല്ലാമൊക്കെയാണ് എടുക്കുന്നത്. അപ്പം നൊത്തോലി മീൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിൽ സാമ്പാർ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സാമ്പാറിന് എണ്ണ ഒഴിച്ച് കടുക് വറുക്കായിട്ടതിൻ്റെ കൂടെ നമ്മൾ നൊത്തോലി മീനിലും കൂടെ ഒന്ന് കടുക് താളിക്കുന്നുണ്ട് കേട്ടോ. നൊത്തോലി മീനിലും കൂടെ കടുക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി അരിഞ്ഞ് അതിലിട്ട് കടുക് ഇടുന്നില്ല, എണ്ണയിലോട്ട് താളിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ നൊത്തോലി മീനിലും കടുക് താളിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിലും കടുക് താളിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് സാമ്പാറിലും കടുക് താളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ജോലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് എടുത്ത് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് സെറ്റാക്കണം. എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ വേവിക്കുന്നത് ചട്ടിയും പാത്രത്തോടെ തൂക്കി ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുക. എന്തെന്നറിയാവോ, അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആവശ്യക്കാർക്ക് ഇപ്പം ഞാൻ മാങ്ങ കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്, മാങ്ങയും കൂടെ ഒന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതൊന്നും കാണിക്കുന്നില്ല, എല്ലാം സെറ്റായതിനു ശേഷം കാണിക്കാം. അപ്പോൾ എല്ലാം ഞാൻ ടേബിളിൻ്റെ പുറത്ത് തൂക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാം മൊത്തത്തിലെടുത്തുകൊണ്ട് വെച്ചോണ്ടല്ലോ, ആവശ്യക്കാർക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് കഴിക്കാം. ആരും എടുത്ത് കൊടുക്കേണ്ട, പ്ലേറ്റ് മാത്രം എടുത്തുകൊണ്ട് വെച്ച് ആവശ്യക്കാർക്ക് ഇട്ട് കഴിക്കാം. സാമ്പാർ വെച്ചിട്ടുണ്ട്, നൊത്തോലി മീൻ വറുത്തിട്ടുണ്ട്.
മാങ്ങ അച്ചാർ. ഇതൊന്നും നമ്മൾ ക്ലിയർ ഇല്ല കേട്ടോ, എന്തോ ഒരു വെട്ടക്കുറവുണ്ട്. അപ്പോൾ മാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്. ഇതാ നൊത്തോലി മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ അന്നേരം ലൈറ്റൊന്നും ഇടാണ്ടൊക്കെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ചോറ് കഴിക്കാൻ സമയത്ത് ക്ലിയറായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ വന്നിട്ട് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചോറ് പ്ലേറ്റിലോട്ട് പകർത്താം. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ്, ഒരു കയ്യിലോട്ടാണ് ഞാൻ ചോറ് പകർത്തുന്നത് കേട്ടോ. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ എല്ലാമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് കിടന്നിട്ടേ രാത്രിയാണ് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. ചോറും കഴിച്ചിട്ട് ഒരു ലൈവും കഴിഞ്ഞ് കിടന്ന് സുഹൃത്തുക്കളെ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു വെറൈറ്റിയാണ് ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങും പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ വെണ്ടയ്ക്കായും കൂടെ ഉള്ളൊരു സംഭവം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് വിഴുക്ക് കേട്ടോ. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടെ ഇട്ടുള്ള വിഴുക്ക് സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ചേട്ടൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഓരോരോ ചേച്ചിമാരുടെയൊക്കെ പാചകം പരീക്ഷിക്കുന്നതാണ് കേട്ടോ. എന്തായാലും സംഭവം പൊളിയാണ്. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും കൂടെ ഉള്ള വിഴുക്ക് അടിപൊളി. അപ്പോൾ ഞാൻ അതും എടുക്കുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലോട്ട് പകർത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണും കേട്ടോ, ആരും മിസ്സാക്കരുത്. വീഡിയോ കാണുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. സാമ്പാറിൻ്റെ പീസൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. പൊതുവെ മലക്കറിയുടെ കഷ്ണങ്ങളൊക്കെ ഇച്ചിരി ഇഷ്ടക്കുറവാണ്. അതുകൊണ്ട് ഞാൻ തെളിച്ചതിൻ്റെ ചാറ് മാത്രം, കറി മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇതിനിടയിലുണ്ടല്ലോ മീൻ വറുത്ത് കോരിയപ്പോൾ ധൃതിയിലൊക്കെ വറുത്ത് കോരിയപ്പോൾ ഉണ്ടല്ലോ അതിൽ എണ്ണയൊക്കെ തോർത്തെടുക്കാൻ വിട്ട് കേട്ടെ. ചേട്ടൻ വഴക്കും പറഞ്ഞ് പൊരിച്ചപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് എടുത്തില്ല എന്നും പറഞ്ഞ്. എടുപിടിയൊന്നും വെപ്രളത്തിലുള്ള ചെയ്യൊക്കെയാണേ വന്ന് ജോലിയും കഴിഞ്ഞ് വന്ന് പുറമൊക്കെ കഴുകി എല്ലാം റെഡിയായിട്ടതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറിയിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ് നിങ്ങളീ കാണുന്നത്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറേ നാളെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും കാണട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല. ടാറ്റ ബൈ ബൈ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എപ്പോഴും പറയുന്നത് പോലെയാണ്, നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ. ടാറ്റ ബൈ ബൈ.